Hello dear students and parents, welcome back to Test Europe EduNet. ഞാൻ ഡോക്ടർ ടി വർഗീസ്, ഒഫീഷ്യൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് ടു സ്റ്റഡി ഇൻ ലിത്വേനിയൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. ഇപ്പോൾ മാർച്ച് 29, 2026 ലിത്വേനിയയിൽ സെപ്റ്റംബർ 1, 2026 മുതൽ ബാച്ചിലേഴ്സിനോ മാസ്റ്റേഴ്സിനോ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും പേരൻസും ശ്രദ്ധിക്കുക. മിക്ക യൂണിവേഴ്സിറ്റിയുടെയും ഡെഡ്ലൈന് ഏപ്രിൽ മാസവും മെയ് മാസവുമാണ്. പ്ലസ് ടുവിൻ്റെ എക്സാം നിങ്ങളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് എങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമുക്കിപ്പോൾ സബ്മിഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിരവധിയായിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസിന് ഓൾറെഡി പല പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അഡ്മിഷൻ കിട്ടി. അവരിനിപ്പം TRP പ്രോസസ്സിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. TRP പ്രൊസീജിയർ എന്ന് പറയുന്നത് എങ്ങനെ പോയാലും ഒരു 6 months ടൈം നമുക്ക് മിനിമം എക്സ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ, മിനിമമാണ്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിഷൻ ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ എത്തുവാനും സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുവാനും സെമസ്റ്റർ ഡിലേ ഇല്ലാതെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് വരുന്നത് വരെ ദയവ് ചെയ്ത് സ്റ്റുഡൻസും പേരൻസും വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. 1 വർഷത്തെ സ്റ്റേ ബാക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈമിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ പാർട്ട് ടൈം ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യില്ല. കാര്യം നിങ്ങളുടെ പർപ്പസ് ഓഫ് വിസിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റഡീസ് തന്നെയായിരിക്കണം, തേർഡ് പാർട്ടി അലൗഡ് അല്ല. അതുകൂടാതെ തന്നെ വിവിധ സ്കോളർഷിപ്പുകളുണ്ട്. യൂറോപ്യൻ യൂണിയൻ്റെ എക്സ്ചേഞ്ച് സ്റ്റഡീസ്, ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ പോകുന്നത് ഫോർ എക്സാമ്പിൾ ലിത്വേനിയയിൽ ഇപ്പോൾ ബാച്ചിലേഴ്സ് പഠിക്കാനായിട്ട് വന്നു, 2 വർഷം നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക. 3-ാം വർഷത്തിൻ്റെ ആദ്യത്തെ സെമസ്റ്റർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാക്കൽറ്റിക്ക് ടൈപ്പുള്ള യൂണിവേഴ്സിറ്റിക്ക് ടൈപ്പുള്ള നിങ്ങളുടെ കോഴ്സ് പഠിപ്പിക്കുന്ന മറ്റൊരു കൺട്രിയിൽ EU കൺട്രിയിൽ പോയി വിത്ത് സ്കോളർഷിപ്പിൽ പഠിക്കാൻ സാധിക്കും. ചില യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ച് ഔട്ട്സൈഡ് യൂറോപ്യൻ യൂണിയനിലും കുട്ടികൾക്ക് എക്സ്ചേഞ്ച് സ്റ്റഡീസിന് 1 സെമസ്റ്റർ പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു സെമസ്റ്ററിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ പോകുന്ന കൺട്രീനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് സ്കോളർഷിപ്പ് മാക്സിമം എമൗണ്ട് ഒക്കെ എന്നൊക്കെ പറയുന്നത് ഒരു 55,000 രൂപയൊക്കെ മാക്സിമം എമൗണ്ട് ഉണ്ട്. ചിലടത്ത് അതിൽ കൂടുതലുണ്ട് 1 മാസത്തേക്ക്. അതുകൂടാതെ നിങ്ങൾ പഠിത്തം തീർന്നതിന് ശേഷം നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ഇൻറ്റേൺഷിപ്പിനും നിങ്ങൾക്ക് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം. പക്ഷേ അതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റഡീസ് തീരുന്നതിന് മുമ്പേ നിങ്ങൾ ഇൻറ്റേൺഷിപ്പ് കണ്ടുപിടിച്ച് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കണം. ഇൻറ്റേൺഷിപ്പ് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് വലുതാണ്. നിങ്ങൾ എക്സ്ചേഞ്ച് സ്റ്റഡീസിന് പോകുന്ന സമയത്തെ സ്കോളർഷിപ്പ് അല്ല. ബാച്ചിലേഴ്സ് ഏതൊക്കെ പ്രോഗ്രാംസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാം. പല യൂണിവേഴ്സിറ്റിയുമായിട്ടും ഉള്ള ഇൻ്റർവ്യൂസ് ഞാൻ ഈ ചാനൽ നൽകിയിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ നൽകിയിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡൻസും അതുകൂടാതെ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസുമായിട്ടുള്ള എൻ്റെ ഇൻ്റർവ്യൂസ് നിങ്ങൾ കാണുക, മസ്റ്റായിട്ടും കാണുക. ഞാൻ സബ് ഏജൻ്റ് അല്ല, ഒഫീഷ്യൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ സ്റ്റുഡൻസും പേരൻസും ഇമ്മീഡിയറ്റ്ലി കോൺടാക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒരു 62-63% നിങ്ങൾക്ക് പ്ലസ് 2 തലത്തിൽ ഉണ്ടായിരിക്കണം. നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. ചില യൂണിവേഴ്സിറ്റികൾ IELTS, TOEFL അല്ലെങ്കിൽ ഡുയോലിംഗോ ഒക്കെ ചോദിക്കുന്നുണ്ട്. മാസ്റ്റേഴ്സ് പഠിക്കാനാണ് എന്നുണ്ടെങ്കിൽ എഗെയിൻ നിങ്ങൾക്കൊരു 62-63% ഒക്കെ മിനിമം മാർക്ക് ഡിഗ്രി തലത്തിലുണ്ടായിരിക്കണം. മിക്ക യൂണിവേഴ്സിറ്റികളും 4 years ഡിഗ്രിയാണ് ചോദിക്കുന്നത്. എങ്കിൽ പോലും 3 years ഡിഗ്രി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ചില യൂണിവേഴ്സിറ്റികളുമുണ്ട്. ഓൾസോ നിങ്ങൾക്ക് നല്ല മോട്ടിവേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം. അതുകൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ TOEFL, IELTS അല്ലെങ്കിൽ ഡുയോലിംഗോ എക്സാംസ് നിങ്ങൾ പാസ്സായിരിക്കണം. അത് നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാനായിട്ട് സാധിക്കും, പറയാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അതനുസരിച്ച് ഡുയോലിംഗോയാണ് കൂടുതൽ സ്റ്റുഡൻസും എടുക്കുന്നത്. അത് എല്ലാവരും പാസ്സാകാറുമുണ്ട്. അടുത്ത ഒരു സ്കീം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴേ ആപ്ലിക്കേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ കറക്റ്റ് സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും സ്റ്റുഡൻസും പേരൻസും ഡിലേ വെക്കരുത്. നമ്മുടെ ഈ TRP പ്രൊസീജിയർ കുറച്ചധികം ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. യൂണിവേഴ്സിറ്റിക്കുള്ള മോട്ടിവേഷൻ ലെറ്റർ, മോട്ടിവേഷൻ ഇൻ്റർവ്യൂവിൻ്റെ ഗൈഡൻസ് ഇതൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ജെനുവിനായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കുക എന്നുള്ളത് നിങ്ങളും മേക്ക് ഷുവർ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈഗ്രേഷൻ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോകാനോ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ മറ്റേതെങ്കിലും കൺട്രി ചൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഉചിതം. കാരണം വേറൊന്നും കൊണ്ടുമല്ല, ഓരോ വർഷം ചെല്ലും തോറും ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ പോകുന്ന സ്റ്റുഡൻസിനെ ലിത്വേനിയ എന്നുള്ള കൺട്രി അവിടുത്തെ യൂണിവേഴ്സിറ്റികളും
കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്, ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് എന്ന് പറയും, വിസ അല്ല, ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് അല്ല, TRP എന്ന് പറയും. ഈ TRP കാർഡ് നിങ്ങൾക്ക് തുടക്കത്തിൽ ലഭിക്കുന്നത് 2 വർഷത്തേക്കാണ്. ഈ 2 വർഷത്തേക്കുള്ള കാർഡ് ഒരുപക്ഷെ നിങ്ങൾ പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ക്യാൻസലേഷനൊക്കെ ആയി പോകുന്ന കേസസ് ഇപ്പം ഞാൻ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റഡി പർപ്പസിന് വേണ്ടിയായിരിക്കണം നിങ്ങൾ മെയിൻലി നോക്കേണ്ടത്. Now let's discuss about what are the important bachelor's and master's programs that are available at Lithuanian public and private universities. As usual നമുക്ക് BBA programs ഉണ്ട്, ബിസിനസ് ലോജിസ്റ്റിക്സ് ഉണ്ട്, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, BSc നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, സൈക്കോളജി, ഫുഡ് സയൻസ്, അതുകൂടാതെ തന്നെ IT പ്രോഗ്രാംസ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി ഉണ്ട്, എസ്തെറ്റിക് പ്രോഗ്രാംസ് ഉണ്ട്, പ്ലസ് ഇൻ്റർനാഷണൽ ബിസിനസ്, ലോജിസ്റ്റിക്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമാണ്. സോഷ്യൽ വർക്ക് കോഴ്സ് ഉണ്ട്, BSW ഉണ്ട്. ഇനി പിന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ സിവിൽ എഞ്ചിനീയറിങ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, അങ്ങനത്തെ വിവിധങ്ങളായിട്ടുള്ള ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിങ്, ഇങ്ങനത്തെ കോഴ്സസും ബാച്ചിലേഴ്സ് തലത്തിൽ അവൈലബിൾ ആണ്. ഓഡൻറ്റോളജി ഉണ്ട്, ഡെൻറ്റിസ്ട്രി ഉണ്ട്, MBBS പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം മെഡിസിൻ കോഴ്സസും ഒക്കെ തന്നെയും അവൈലബിൾ ആണ്. നൗ വെൻ ഇറ്റ് കംസ് ടു ദ മാസ്റ്റേഴ്സ് ഡിഗ്രി കോഴ്സസ് എന്തൊക്കെയാണ് ലിത്വേനിയൻ യൂണിവേഴ്സിറ്റീസ് ഓഫർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ ബാച്ചിലേഴ്സ് പ്രോഗ്രാംസിൻ്റെ എല്ലാ തരത്തിലുള്ള മാസ്റ്റേഴ്സും അവൈലബിൾ ആണ്. MSW ഉണ്ട്, MBA ഉണ്ട്. MBAയിൽ തന്നെ HR ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അങ്ങനെ പലതരത്തിലെ ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമ്മുടെ സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സോഷ്യൽ വർക്ക് പ്രോഗ്രാംസ്, സോഷ്യോളജി ഉണ്ട്, ഫിലോസഫി ഉണ്ട്, സോഷ്യൽ സയൻസ് പഠിച്ച സ്റ്റുഡൻസിന് ബാച്ചിലർ തലത്തിലും മാസ്റ്റേഴ്സ് തലത്തിലും വിവിധങ്ങളായിട്ടുള്ള കോഴ്സസ് ഉണ്ട്. പബ്ലിക് പോളിസി ഉണ്ട്, പബ്ലിക് ഗവേണൻസ് ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്, സോഷ്യോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതുകൂടാതെ ഓർഗനൈസേഷണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമുണ്ട്. അപ്പം നിരവധിയായിട്ടുള്ള ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് നമുക്ക് അവൈലബിൾ ആണ്. HR ഉണ്ട്, ബിസിനസ് ഉണ്ട്. അപ്പോൾ വിൽനിയസ് യൂണിവേഴ്സിറ്റി, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളുമായിട്ടാണ് ഞാൻ ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് എന്നുള്ളതിൻ്റെ ലിസ്റ്റൂടെ ഞാൻ ഒന്ന് പറയുകയാണ്. ഒന്ന്, നമ്മുടെ ഏറ്റവും വേൾഡിലെ തന്നെ ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള, ലിത്വേനിയയിലെ തന്നെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് വിൽനിയസ് യൂണിവേഴ്സിറ്റി. അതൊരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. വിൽനിയസ് യൂണിവേഴ്സിറ്റിയുടെ ടോപ്പ് റാങ്ക്ഡ് ആണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. എല്ലാ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒഫീഷ്യൽ കൺസൾട്ടൻറ്റ് എന്നുള്ളതിൽ എൻ്റെ പേരുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ വിൽനിയസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, ക്ലൈപേദ യൂണിവേഴ്സിറ്റി ഉണ്ട്, വിറ്റോഡാസ് മാഗ്നസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. അതുകൂടാതെ SMK യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ് ഉണ്ട്. KVK എന്ന് പറയുന്ന ക്ലൈപേദയിലെ മറ്റൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, പബ്ലിക്കും പ്രൈവറ്റുമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ഒഫീഷ്യൽ കൺസൾട്ടൻ്റാണ്. LSMU എന്ന് പറയുന്നത് ലിത്വേനിയയിലെ തന്നെ വേൾഡിലെ തന്നെ ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. LUHS എന്നും അതിനൊരു പേരുണ്ട്. അപ്പം ഈ യൂണിവേഴ്സിറ്റിയിലാണ് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, ഓഡൻറ്റോളജി, MBBS ഒക്കെ, ഒഫ്തൽമോളജി, ഇതൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ പോകുന്ന യൂണിവേഴ്സിറ്റിയാണ് LUHS. അപ്പോൾ LUHSൽ എൻ്റെ ഒരുപാട് സ്റ്റുഡൻസ് വർഷങ്ങളായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പബ്ലിക് ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ഒഫീഷ്യൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റാണ്. സോ 2026 സെപ്റ്റംബർ 1 ക്ലാസ് തുടങ്ങും. ഏപ്രിൽ മാസവും മെയ് മാസവുമാണ് മിക്ക യൂണിവേഴ്സിറ്റികളുടെയും ഡെഡ്ലൈന്. 1-2 യൂണിവേഴ്സിറ്റിക്ക് മാത്രമേ ഉള്ളൂ ജൂൺ മാസം ഡെഡ്ലൈന്. അതുവരെ ദയവ് ചെയ്ത് നിങ്ങൾ സ്റ്റുഡൻസും പേരൻസും വെയിറ്റ് ചെയ്ത് പോകരുത്. എത്രയും പെട്ടെന്ന് താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഓഫീസ് എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓഫീസിൽ വരണം എന്നുണ്ടെങ്കിൽ ഓഫീസിലും വരാം, ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് പ്രോസസ്സ് ചെയ്യാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എലിജിബിലിറ്റി വൺസ് അഗൈൻ മിനിമം ഒരു 62-63% +2 തലത്തിലുണ്ടായിരിക്കണം, നല്ല മാർക്കുണ്ടായിരിക്കണം, മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടായിരിക്കണം, അതിൻ്റെ കോഴ്സ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. യൂണിവേഴ്സിറ്റിയുടെ ഇൻ്റർവ്യൂ ഉണ്ട്, പിന്നെ മൈഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. മാസ്റ്റേഴ്സ് പഠിക്കാനാണെങ്കിലും ഏകദേശം ഈ ഒരു സെയിം എലിജിബിലിറ്റി തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത്. സോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്, വൺസ് അഗൈൻ please consult Test Europe EduNet, and I am Dr. T.T. Varghese, official educational consultant for Indian students to study in
Lithuanian public and private universities. And don't forget to follow this YouTube channel and also my Instagram official page, so that you will be able to see all the interviews and details about scholarship and opportunities and work possibilities and many other aspects of study in Lithuania. Directly I am giving the interview, and we are having conversation with the university officials, so you can watch all the interviews and episodes in the Instagram page and also in the YouTube page. Okay, thank you and take care. Have a nice time. We are waiting for your application. Thank you.